ഇന്ത്യൻ ഫുഡ് കിട്ടോ? ഇന്ത്യൻ ഫുഡ് ബൾഗേറിയയിൽ, പ്ലെവനിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് നമ്മളെ നാട്ടിൽ നിന്ന് വന്ന് പിന്നെ ഫുഡൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടോ? എന്നാൽ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്. നമ്മൾ കുക്ക് ചെയ്യാൻ വരുന്നതിൻ്റെ ഒരു എക്സ്പെൻസ് നോക്കുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്. ചെറുതായിട്ടൊരു പണിവാളി 5:30 തുറക്കുള്ളൂ. ഞാനാണ് ഇവിടെ എത്തുകയും ചെയ്തത്. ഇത് നമ്മളെ കുട്ടികളുടെ റൂമാണ്. ഇതിലാണ് റൂമുള്ളത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയാണിത്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് താജ്മഹൽ വരുന്നത്. ഇനി യൂറോപ്പിൽ പ്ലെവനിൽ നിസ്കരിക്കാൻ പള്ളി ഉണ്ടോ എന്നുള്ള ചോദിക്കുന്ന ആൾക്കാർക്ക് കൂടി ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. വേറെ എവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിരിക്കാം. ആംബിയൻസിന് ഇവിടെ ഒരു കുറവില്ല. ക്യാപ്പിച്ചിനോ Yes. വിത്തൗട്ട് ഷുഗർ എന്നാ ഷുഗർ ഏകദേശം 178 റുപ്യ കോഫിക്ക്. അപ്പോൾ ഇതാണ് കോഫി. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി നമുക്ക് താജ് തുറന്നിട്ട് കാണാം. നാട്ടിലെ ബിരിയാണി കഴിക്കുന്ന പൈസക്ക് ഇവിടെ ബിരിയാണി കഴിക്കാൻ പറ്റുമോ, അപ്പോൾ നാട്ടിലൊരു ബിരിയാണിക്ക് ഇവിടെ എത്ര ബിരിയാണി കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കാണണ്ടേ. ഇതാണ് കേട്ടോ താജ്മഹൽ റെസ്റ്റോറൻറ്റ്. ഇവിടെ നമ്മൾ മെനു ഉണ്ട്. മെനുവിൽ എന്താ ഫുഡ് നോക്കിയിട്ട് ഓർഡർ ചെയ്തിട്ട് എത്ര റുപ്യ ഉണ്ടോ നമുക്ക്. ബിരിയാണിക്ക് മട്ടൻ ബിരിയാണി ആണെങ്കിൽ 15.34 യൂറോസ് വരുന്നത്. ചിക്കൻ ആണെങ്കിൽ 10.74. ഇതാണ് 1700 റുപ്യ ഇവിടെ ബിരിയാണിക്ക് വരുന്നത്. 1700 റുപ്യ മട്ടൻ ബിരിയാണിയാണ്. ഏകദേശം 2 ആൾക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട്. സോ ഫുഡ് കഴിച്ചു, പുറത്തിറങ്ങി. നമ്മളെ സ്റ്റുഡൻസിൻ്റെ റൂമാട്ടോ, നമ്മളിപ്പോൾ കിട്ടിയ സ്റ്റുഡൻസിൻ്റെ റൂമാണ്. അപ്പോൾ ഇതാണ് താജ്മഹൽ. ഏകദേശം 1600 റുപ്യ, നമ്മുടെ നാട്ടിൽ 1600 റുപ്യാണ് മട്ടൻ ബിരിയാണിക്ക് വരുന്നത്. അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.